നമ്മളുടെ മക്കളുടെ ആഗ്രഹം പഠിക്കണമടോ. നമ്മുടെ മക്കളുമാരുമായി നമുക്കൊരു ബന്ധമുണ്ടാകണമടോ. അമിതം സ്നേഹം കൊടുക്കാനും പാടില്ല, ഒട്ടും കൊടുക്കാതെ ഇരിക്കാനും പാടില്ല. എന്നാ യാക്കോബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകൻ വന്നൊരു സ്വപ്നം പറയുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഇരുന്ന് കേൾക്കുകയാണ്, സമാധാനത്തോടെ ഇരുന്ന് കേൾക്കുകയാണ്. വളരെ രസത്തോടെ തന്റെ പൊന്നാര മകൻ പറഞ്ഞ കഥ ഇങ്ങനെ പിതാവ് കേൾക്കുകയാ. അല്ലാഹുവേ, എന്നിട്ട് പടച്ചവനെ പറഞ്ഞുകൊടുത്ത മറുപടി എന്താ? ഒരു പിതാവ് തന്റെ പൊന്നാര മകൻ വന്നിട്ട് ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ ആ പിതാവ് പറഞ്ഞുകൊടുത്ത മറുപടി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എവിടെന്ന് പറയുകയാ, പഠിക്കണേ പഠിക്കണേ. തന്റെ പൊന്നാര മകൻ വന്ന് പറഞ്ഞപ്പോ ആ പിതാവ് പറഞ്ഞു കൊടുക്കുന്നു, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽഇൻസാനി അദുവ്വുൻ മുബീൻ. പഠിക്കണേ ഉപ്പമാര്, പഠിക്കണേ ഉമ്മമാര്. തന്റെ പൊന്നാര മകൻ വന്നിട്ട് പിതാവിനോട് പറഞ്ഞു, വാപ്പാ, സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് 11ാമത്തെ മകൻ വന്നു പിതാവിനോട് പറയുമ്പോ പിതാവിന് കാര്യം മനസ്സിലായി. ഇവന് സാധാരണ ഒരു മകനല്ല, ഇവന് സാധാരണ ഒരു പയ്യനല്ല, ഇവന് ഭാവിയിൽ പടച്ചവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരാളാകാൻ പോകുകയാണ്. പടച്ചവനെ, യാക്കോബ് നബി പ്രവാചകനാണല്ലോ. യൂസുഫ് പറഞ്ഞ ആ സ്വപ്നവ്യാഖ്യാനം കേട്ടപ്പോ വാപ്പയ്ക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് വാപ്പ പറഞ്ഞ മറുപടി എന്താ? വാപ്പ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? മോനെ, നാട്ടുകാരോട് പറയല്ലേ, കൂട്ടുകാരോട് പറയല്ലേ, അയൽവാസികളോട് പറയല്ലേ. അവിടുന്ന് പിതാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നാട്ടുകാരോട് പറയരുതെന്നല്ല, കൂട്ടുകാരോട് പറയരുതെന്നല്ല, കുടുംബക്കാര് പറയരുതെന്നല്ല. മോനെ, നീ നിന്റെ കൂടപ്പറപ്പിനോട് പോലും പറയല്ലേ. മോനെ, നീ നിന്റെ കൂടപ്പറപ്പിനോട് പോലും ഇത് പറയരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം കൂടപ്പറപ്പുകളോട് പോലും ഈ സംഭവം പറയല്ലേ എന്ന് യാക്കൂബ് നബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. കാരണം പടച്ചവനെ, അത് പിന്നീട് ശത്രുതയുണ്ടാകാൻ, ആ മക്കൾ പരസ്പരം ശത്രുതയുണ്ടാകാൻ കാരണമാവുകയാണ്. ഇബ്ലീസ് അവരെ പിഴപ്പിക്കുമടോ, അസൂയ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പടച്ചവനെ, ശത്രുത കടന്നു വരികയാണ്. അവസാനം പടച്ചവനെ, കൂടപ്പറപ്പുകൾ പരസ്പരം ശത്രുക്കളാവുകയാണ്. അതുകൊണ്ട് പറയരുത് എന്ന് യാക്കൂബ് നബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ടോ? നമ്മളാണെങ്കിൽ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ. എന്തും പടച്ചവനെ 40 പേരെ അറിയിക്കാതെ സമാധാനമില്ല. എല്ലാം എല്ലാവരോടും പറയരുതടോ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. പെങ്ങള്, ഊട്ടിയിൽ പോകണോ, മൈസൂർ പോകണോ, ഗോവ പോകണോ, കുടുംബസമേതം പോയാ പോര്. എന്തിനാ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് 400 പേരെ കാണിക്കുന്നത്? എങ്കിലേ സമാധാനം കിട്ടൂ. ഒരു വീട് വെച്ചാ അൽഹംദുലില്ലാ വീട് വെച്ചു എന്നല്ല, ബെഡ്റൂം കാണിക്കണം, സ്റ്റെപ്പ് കാണിക്കണം, അടുക്കള കാണിക്കണം, ബാത്റൂം കാണിക്കണം. സർവ്വതും പടച്ചവനെ സ്റ്റാറ്റസ് ഇട്ട് ജനങ്ങളെ കാണിച്ചാലേ സമാധാനമുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അങ്ങനെയാകരുത്. എല്ലാം എല്ലാവരോടും പറയരുത്. ഇന്ന് പടച്ചവനെ, കൂടപ്പറപ്പുകൾ തമ്മിൽ സ്നേഹമില്ലടോ, ശത്രുതയാടോ, ശത്രുതയാടോ. പടച്ചവനെ, പലരും പറയാറുണ്ട്, പടച്ചവനെ ഉസ്താദ്, വർഷങ്ങളായി സിഹ്റ് ബാധിച്ചു കിടക്കുകയാണ്. സിയാറത്തിന് പോകുമ്പോ, പലപ്പോഴും ഏർവാടിയിലൊക്കെ പോകുമ്പോ പടച്ചവനെ ഒരു പിതാവിനോട് പറഞ്ഞതാണ്, ഉസ്താദേ, കുടുംബസമേതം 9 കൊല്ലമായി വല്ലാത്ത സങ്കടത്തിലാണ്. ഞാനും എന്റെ കുടുംബവും കിടന്ന് നരകിക്കുകയാണ്. പക്ഷേ വിഷമം എന്തെന്നറിയോ? ഈ കിടന്ന് നരകിക്കുന്നതിലല്ല വിഷമം, ഇത് ചെയ്തതെന്റെ സ്വന്തം സഹോദരനാ ഉസ്താദ്.
ഉസ്താദ്. അതാണ് ഏറ്റവും കൂടുതൽ വേദന. പടച്ചവനെ കൂടപ്പറപ്പ് പോലും ചെയ്യുന്ന കാലമാടോ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. ഒരുത്തനോട് വല്ലാത്ത സ്നേഹമാണ്, മറ്റൊരാളോട് വല്ലാത്ത സ്നേഹക്കുറവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ചെയ്യുന്ന തെറ്റെന്തെന്നറിയോ? വാപ്പ പറയുകയാ, നിന്റെ ചേട്ടനെ കണ്ടു പഠിക്കടാ, അവനെ കണ്ടു പഠിക്ക്, അവൻ നല്ലതുപോലെ പഠിച്ചു, നല്ല ജോലിയായി, നല്ല സാലറിയായി, നീ മന്ദബുദ്ധിയെ പോലെ നടക്കുന്നല്ലോ. ചേട്ടനെ കണ്ടു പഠിക്കാൻ പറയുകയാ, ജ്യേഷ്ഠനോട് പറയുന്നു അനിയനെ കണ്ടു പഠിക്കാൻ. ഉമ്മ തന്നെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുകയാണ്, മറ്റൊരുത്തനെ കണ്ടു പഠിക്കാൻ പറയുകയാണ്. അയൽവാസികളുടെ മക്കളെ കണ്ടോ, അയൽവാസികളുടെ മോനെ കണ്ടോ, അവളെ കണ്ടു പഠിക്ക്, ഇവളെ കണ്ടു പഠിക്ക്. പറയല്ലേ പെങ്ങള്, പറയല്ലേ പെങ്ങള്. അതാ മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് നബി തങ്ങൾ ഇങ്ങനെ മജ്‌ലിസിൽ ഇരിക്കുകയാണ്. നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അതാ ഒരു പൊന്നുമോന് കടന്നു വരികയാണ്, ഒരു ചെറിയ കുഞ്ഞ് കടന്നു വരികയാണ്. ആ പൊന്നുമോന് വാപ്പാടെ ചാരത്തേക്ക് കടന്നു വന്നു. തന്റെ പൊന്നാര മകനെ കണ്ടപ്പോ വാപ്പ അവിടെ നിന്നെടുത്ത് ചുംബിക്കുകയാ, തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാ. യാ റസൂലല്ലാഹ്, എന്റെ മോനാണ് നബിയേ, എന്റെ മോനാണ് നബിയേ. നബി തങ്ങൾ നോക്കുമ്പോ തന്റെ മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പിതാവ് പിടിച്ച് മടിയിലിരുത്തുകയാണ്. നബി തങ്ങൾ മിണ്ടാതിരുന്നടോ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആ മനുഷ്യന്റെ ചെറിയ മകളും അതുപോലെ വരികയാണ്. വാപ്പാടെ ചാരത്ത് വന്നു, ഉപ്പ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. യാ റസൂലല്ലാഹ്, എന്റെ മകളാണ് നബിയേ. നബി തങ്ങൾ ചിരിച്ചടോ. ആ പിതാവ് തന്റെ പൊന്നാര മകളെ താഴെ ഇരുത്തുകയാണ്. പെട്ടെന്ന് നബി തങ്ങളുടെ മുഖം ചുമക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം അവിടെ നിന്ന് ചുമക്കുകയാ. നബി തങ്ങൾ പറഞ്ഞു, വാപ്പയോട് നിങ്ങൾ നീതി കാണിച്ചില്ല, നിങ്ങൾ നീതി കാണിച്ചില്ല. യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ? എന്താണ് ഞാൻ അനീതി കാണിച്ചത്? ലോകത്തിന്റെ നേതാവ് പറഞ്ഞ മറുപടി അറിയണേ പെങ്ങള്, കേൾക്കണേ വാപ്പാ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നീതി കാണിച്ചില്ല, നിങ്ങൾ അനീതിയാണ് കാണിച്ചത്. കാരണം എന്തെന്നറിയോ? നിങ്ങളുടെ പൊന്നുമകൻ വന്നപ്പോ നിങ്ങൾ അവർക്ക് ചുംബനം കൊടുത്തു, അവനെ പിടിച്ചു മടിയിലിരുത്തി. പൊന്നുമോള് വന്നപ്പോ നിങ്ങൾ ചുംബനം കൊടുത്തിട്ട് മടിയിലിരുത്തിയില്ല, താഴെയാണ് ഇരുത്തിയത്. ഇത് നീതിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പടച്ചവനെ, മക്കളോട് അനീതി കാണിക്കുന്നവരുണ്ടോ? സ്നേഹത്തില്, പരിഗണനയില്, സംസാരത്തില്, പെരുമാറ്റത്തില്. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, ഉമ്മമാരെ, അതാ ചെറിയ മക്കളോട് വല്ലാത്ത സ്നേഹമാണല്ലോ. ഏത് കുടുംബത്തിനും വിഷയം എന്തെന്നറിയോ? മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ചെറിയ മക്കളോടാണ്. മൂത്ത മകനോട് വല്ലാത്ത ദേഷ്യമാണ്, അവന് പ്രത്യേക പരിഗണന കൊടുക്കാറില്ല. എന്തു വന്നാലും വീട്ടിലെ മൂത്ത മകളുണ്ടല്ലോ, മകനുണ്ടല്ലോ, അവനെ കടിച്ചു കീറുകയാ, വല്ലാതെ ദേഷ്യപ്പെടുകയാ. എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? ഏത് വീട്ടിലും എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പായും ഉമ്മായും ദേഷ്യം ചേർക്കുന്നത് ഈ മൂത്ത മക്കളോടാ. ഏറ്റവും ഒന്നാമത്തെ കുട്ടികളോട്, ഈ ചെറിയ ചെറിയ മക്കളോട് വല്ലാത്ത സ്നേഹം, അതിനോട് മാത്രം. ഒരിക്കലും അങ്ങനല്ല. ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് ഏറ്റവും ഒന്നാമത്തെ മക്കളോടാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്ത്? കല്യാണം കഴിച്ച് കാത്തിരുന്നപ്പോ അള്ളാഹു ആദ്യമായിട്ട് തന്നത് ആ ഒന്നാമത്തെ കുഞ്ഞിനെയല്ലേ? അതാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് കാത്തു ദുആ ചെയ്ത് നടന്നപ്പോ അല്ല തന്നപ്പോ നമ്മൾ ഇത്തിരി ഓവർ സ്നേഹം കാണിച്ചിട്ട് ആ കുട്ടിയെ പഠിപ്പിച്ചേ. ഒരുപാട് സ്നേഹം കൊടുത്തു, അവൻ ഒരുപാട് സ്നേഹം കൊടുത്താ നമ്മൾ വളർത്തിയത്. പക്ഷെ രണ്ടാമത് അത്രയ്ക്കും കിട്ടൂല, മൂന്നാമത് അത്രയ്ക്കും കിട്ടൂല. അപ്പൊ ഈ ഒരുപാട് സ്നേഹം കിട്ടിയ കുഞ്ഞിനോട് അത് കിട്ടാതെ വരുമ്പോ അത് വലിയ പ്രശ്നമാണ്.
ഒരിക്കലും നമ്മൾ അങ്ങനെ ആക്കരുത്. നമ്മൾ അങ്ങനെ മക്കളെ കമ്പയർ ചെയ്യരുത്. അവനെ കണ്ടുപഠിക്കുക, അവളെ കണ്ടുപഠിക്കുക, ഒരിക്കലും അങ്ങനെ പറയരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് മാതാപിതാക്കളോട്, ചില പെൺകുട്ടികളോട് വല്ലാത്ത സ്നേഹം, ചിലർക്ക് ആൺമക്കളോട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും ചെറിയ മകനോട് വല്ലാത്ത സ്നേഹം. എന്റെ വീട്ടില് എന്റെ ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോട്. ഞാൻ ഏറ്റവും ചെറുതായതുകൊണ്ട്. അള്ളാഹു ഉമ്മ രോഗിയായി ഹോസ്പിറ്റലില്ല. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഏറ്റവും നമ്മൾ മക്കൾക്കിടയിൽ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി വസ്തുവൊക്കെ വിഹിതം വെക്കുമ്പോ ഒരാൾക്ക് കൂടുതൽ, അവന് കൂടുതൽ, അവൾക്ക് കൂടുതൽ, പ്രത്യേകമായിട്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ഒരാൾക്ക് മാത്രം അങ്ങനെ കൂട്ടി അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേക പരിഗണനയൊന്നുമില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ബശീർ എന്ന് പറയുന്ന പിതാവ് നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ബശീർ എന്ന് പറയുന്ന സ്വഹാബി നബി തങ്ങളുടെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാൻ എന്ന് പറയുന്ന എന്റെ പൊന്നുമകനുണ്ടല്ലോ, അവൻ എപ്പോഴും ഇൽമു പഠിക്കുന്ന വിഷയത്തിലാണ്. അവനൊരു മുത്തഅല്ലിമാണ്, ഉസ്താദിന് പഠിക്കുന്ന കുഞ്ഞാണ്. എപ്പോഴും നബി തങ്ങളുടെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന പയ്യനാണ് നുഅ്മാൻ. ആ നുഅ്മാൻ എന്ന് പറയുന്ന മകന് ഞാൻ എന്റെ സ്ഥലം എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്ന് പറയുകയാണ്, നുഅ്മാൻ ഇബ്നു ബശീർ, എന്റെ പൊന്നുമകൻ മുത്തഅല്ലിമായത് കാരണം, അവൻ ഇൽമു പഠിക്കുന്നവനായ കാരണം കൊണ്ട് ഞാൻ എന്റെ സ്ഥലം അവൻ എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുമന്നടോ. നബി തങ്ങൾ ചോദിക്കുന്നു, ബശീറേ, പ്രായമാകുമ്പോ നുഅ്മാൻ മാത്രം നോക്കിയാ മതിയോ? നുഅ്മാൻ മാത്രം മയ്യത്ത് കുളിപ്പിച്ചാ മതിയോ? നുഅ്മാൻ മാത്രം മയ്യത്ത് പൊതിഞ്ഞാ മതിയോ? നുഅ്മാൻ മാത്രം എല്ലാ കാര്യത്തിനും വന്നാ മതിയോ? മറ്റു മക്കളൊന്നും വരണ്ടേ ബശീറേ? നബി തങ്ങൾ പറഞ്ഞു, നീതിയല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, നീതിയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. അത് കൊലപാതകങ്ങൾ വരെ ചെല്ലുകയാണ്. കൂടപ്പറപ്പിന്റെ തലയിലേക്ക് ജ്യേഷ്ഠനത, അനുജന്റെ തലയിലേക്ക് പാറക്കല്ലെടുത്ത് തലയിലടിച്ച് തന്റെ പൊന്നാര് അനിയന്റെ തലയടിച്ചു പൊട്ടിച്ചത് എന്തിനെന്ന് ചോദിച്ചപ്പോ അവനോട് മാത്രമാണ് ഉമ്മാന് വല്ലാത്ത സ്നേഹം, അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞത് നമ്മുടെ പരിസരത്താടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്കിടയിലെ വേർതിരിവ് കൊലപാതകങ്ങളിൽ വരെ എത്തുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. യാക്കൂബ് നബിയുടെ അതാ മകനായ യൂസുഫിനോട് വാപ്പ പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്. യൂസുഫ് നബി ആരോടും പറഞ്ഞില്ല. പക്ഷേ മക്കൾക്ക് മനസ്സിലായി വാപ്പയ്ക്ക് അവനോടാണ് സ്നേഹം കൂടുതലെന്ന്. ഇത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി യൂസുഫിനെ വളർത്തിയത്. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചില്ല. പക്ഷേ യാക്കൂബ് നബിക്ക് യൂസുഫിനോട് വല്ലാത്ത സ്നേഹമാ, യൂസുഫിനോട് വല്ലാത്ത ഒരു പരിഗണനയാ. ഇത് കൂടപ്പറപ്പുകൾക്ക് സഹിച്ചില്ലടോ. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ശത്രുതയായി, എല്ലാവർക്കും അത് മനസ്സിലായി. അങ്ങനെ എല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തുകയാണ്. യൂസുഫിനെ വകവരുത്തണമല്ലോ, എങ്ങനെയെങ്കിലും യൂസുഫിനെ കൊല്ലണമല്ലോ. പക്ഷേ വാപ്പ ഒരിക്കലും യൂസുഫിനെ വിട്ടുതരികയില്ല. അങ്ങനെ എല്ലാവരും കൂടെ വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഞങ്ങൾ വിനോദത്തിന് വേണ്ടി പോവുകയാണ്, കളിക്കാൻ പോകുകയാണ്, യൂസുഫിനെ ഞങ്ങളുടെ കൂടെ വിടണം. വാപ്പ പറഞ്ഞില്ല, അവനെ ചെന്നായ പിടിക്കും. നിങ്ങൾ കളിച്ച് നടക്കുമ്പോ അവൻ ഒറ്റപ്പെട്ടു പോയാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോകും. ഇല്ല വാപ്പാ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. എല്ലാവരും കൂടെ സംഘം ചേർന്നുകൊണ്ട് വാപ്പയുടെ മുമ്പിൽ സമ്മർദ്ദത്തിലാക്കി യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ വിളിച്ചു കൊണ്ടുപോവുകയാ. അല്ലാഹുവേ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. യൂസുഫിനോട് അവർക്ക് വല്ലാത്ത വൈരാഗ്യമായിരുന്നു. വാപ്പ ഇവനെ മാത്രമാണ് സ്നേഹിക്കുന്നത്, ഇവൻ കാരണമാണ് വാപ്പ നമ്മളെ ഇഷ്ടപ്പെടാത്തത്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വൈരാഗ്യമായി. അല്ലാ, ഇവരെല്ലാവരും
എല്ലാവരും കൂടെ ചേർന്നല്ലേ പൊട്ടക്കിണറ്റിലേക്ക് യൂസുഫിനെ വലിച്ചെറിഞ്ഞത്. റബ്ബേ, പാറക്കഷ്ടം പോലും യൂസുഫിന്റെ തലയിലേക്ക് വലിച്ചെറിയാൻ അവര് തയ്യാറായത് എന്റെ പ്രിയപ്പെട്ടവരെ മക്കൾക്കിടയിലുള്ള വേർതിരിവായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത് പഠിക്കേണ്ട കാര്യം എന്തെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു. അനക്കമില്ല, ശബ്ദിച്ചു എന്ന ധാരണയിൽ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. എല്ലാവരും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് എപ്പോഴാണ് ഇവര് വീട്ടിലേക്ക് മടങ്ങി വന്നതെന്ന്, പിതാവിന്റെ മുമ്പിലേക്ക് എപ്പോഴാണ് കടന്നു വന്നതെന്നറിയോ? വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. ഇവര് പാതിരാത്രിയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. പാതിരാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? 2 പ്രത്യേകതയാണ് രാത്രികൾക്കുള്ളത്. അല്ലാഹുവേ, ഇവര് പാതിരാത്രി കരഞ്ഞുകൊണ്ട് പിതാവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? സ്വഭാവം മാറുമടോ. രാത്രിയായ പടച്ചവനെ എല്ലാവരുടെ സ്വഭാവം മാറുകയാണ്. തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സ് വരികയാണ്. ആരും കാണാതെ വരുമ്പോ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സ് ജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അല്ലാഹുവേ, പകല് നായ കാണാറുണ്ടല്ലോ, വഴിയിലൂടെ നടന്നു പോകുമ്പോ മിണ്ടാതെ ശാന്തമായി കിടക്കുന്ന നായ്, അത് ശാന്തമായി കിടക്കുകയാണ്. രാത്രിയായ ഏത് വാഹനത്തിന്റെ പുറകിലും അവര് കുരച്ചുകൊണ്ട് ഓടുകയാണ്. രാത്രിയാകുമ്പോ സ്വഭാവം മാറുന്നടോ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, വൈകുന്നേര സമയമായ നിങ്ങൾ കൊച്ചുകുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ. വൈകുന്നേരമായാൽ പടച്ചവനെ സമയമാണ്, ആ സമയത്ത് നിങ്ങളുടെ മക്കളെ പുറത്തു വിടല്ലേ എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇന്നത്തെ ഏറ്റവും വലിയ ഇന്നൊരു ഫാഷനാടോ. ഇന്നെല്ലാവർക്കും പടച്ചവനെ വൈകുന്നേരമായാൽ പകല് മുഴുവനും കിടന്നുറങ്ങുകയാണ്. രാത്രിയായ എല്ലാവരും വാരിക്കെട്ടി ഇറങ്ങുകയാണ്. ചെറുപ്പക്കാരും പെണ്ണുങ്ങളും പുറത്തിറങ്ങുകയാണ്. അവര് പാതിരാത്രി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിലൊന്ന് പെരിന്തൽമണ്ണയിൽ പോകണോ? ഏത് കടയിൽ 1 മണിക്കാകട്ടെ 2 മണിക്കാകട്ടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ കടയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ചെറുപ്പക്കാരാ. ആൺകുട്ടികളും പെൺകുട്ടികളും പടച്ചവനെ അവര് സംഘം ചേർന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. രാത്രി കാലങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യമാണ്. എന്തും ചെയ്യാനുള്ള ഒരു മനസ്സാണ്. മോശമായ കൂട്ടുകെട്ടുകളാണ്. ഉപ്പയും ഉമ്മയും പരിഗണിക്കുന്നില്ല. മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധയില്ല. ഉമ്മ താക്കോല് തന്റെ മകന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നീ വിളിച്ചുണർത്തണ്ട. നീ എപ്പോഴാണ് വരുന്നത്? നീ തോന്നുന്ന സമയത്ത് വന്നാ മതി. ഉറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തരുത്. താക്കോല് തന്റെ മകന്റെ കയ്യിലാണ്. നീ തോന്നുമ്പോ തുറന്നു കയറിക്കോ. പെങ്ങളെ, മക്കള് വഴിപിടച്ചു പോകുന്നത് അവിടെയാണ്. അല്ലാഹുവേ, ഈ വഴുത കേൾക്കുന്ന പ്രായമുള്ള ഉപ്പയോട്, ഉപ്പാ, പടച്ചവനെ, നമുക്കൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമായിരുന്നു. അല്ലാഹുവേ, 10 മണിയൊക്കെ റമളാൻ മാസം വരുമ്പോഴാണെന്ന് വീടിന് പുറത്തിറങ്ങാൻ അവസരം കിട്ടുന്നത്. ഇതുപോലെയുള്ള വഅദകൾ വരുമ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. പടച്ചവനെ, വീട്ടിൽ കയറണം. 10 മണിക്ക് മുമ്പിൽ വീട്ടിൽ കയറണം. ഇന്നും പല വീടുകളിലും നിയമങ്ങളാണോ? ഇന്നും പല വീടുകളിലെ നിയമങ്ങളാണ്. പടച്ചവനെ, ഇന്നും എന്നോട് ഞാൻ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ നിന്ന് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ, 10 മണിയാകും വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ വാപ്പയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ്. പറയുന്നത് 48 വയസ്സുള്ള സഹോദരരാ. വാപ്പയ്ക്ക് പടച്ചവര് 10 മണിക്ക് മുമ്പ് വീടിന്റെ അകത്ത് കയറിയ പിതാവ് ദേഷ്യപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചവരാണ്. പക്ഷേ ഒരു കാര്യവുമില്ലാതെ മക്കളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയോ. അവസാനം അവര് കഞ്ചാവിലും മയക്കുമരുന്നിലും MDMലും അകപ്പെട്ടു പോകുന്നതോ. മോശമായ കൂട്ടുകെട്ടുകൾ
വൃത്തിയിൽ അകപ്പെട്ടു പോകുന്നു. ഇന്നത്തെ കുട്ടികൾ 25 വയസ്സുകാരന്റെ കാര്യമല്ല. അല്ലാഹുവേ, ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതൊരു ഹോബിയാണോ? താമസിച്ചു ഭക്ഷണം കഴിക്കുകയാ. അത് നല്ല സ്വഭാവമല്ല ചെറുപ്പക്കാരാ, അത് നല്ല സ്വഭാവമല്ലടാ മോനെ. അസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിധങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചതെന്താ? നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കണോ, നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങണോ. ഇത് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോ അവരുടെ സ്വഭാവം മാറുന്നു. പകലുമാന്യനാണ്, രാത്രിയായ സ്വഭാവം മാറുകയാണ്. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഞങ്ങളുടെ നാട്ടിലാണ് ഒരുത്തൻ നേരം വെളുത്തപ്പ എഴുന്നേറ്റ് വൈകുന്നേരം വരെ പടന്നുകൊണ്ട് നടന്നത്. എല്ലാവരും പറയുന്നവൻ നല്ലവനാണെന്ന്. അവൻ പകല് നോക്കിയാൽ മാന്യനാണ്. ഉമ്മാനെ പടച്ചവനെ, സ്വന്തം ഉമ്മയെ കൊല്ലാൻ നോക്കി, സ്വന്തം കൂടപ്പറപ്പിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടാ കൊന്നുകളഞ്ഞത്. അവനിങ്ങനെ കുളിച്ചവന് കൊടുന്നതൊരു ലഹരിയായി മാറിയടോ. ഇതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പേടിയാണ്. ഇന്ന് പലരോടും പല കുട്ടികളോടും എന്തെങ്കിലും പറയാൻ പേടിയാണ്. എങ്ങനെയാണ് അവൻ പെരുമാറുന്നതെന്നറിയില്ല. രണ്ടവരോട് പറയുകയാ, നിബിധങ്ങൾ പറയുകയാണ്, വൈകുന്നേര സമയമായ നിങ്ങൾ കുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം രാത്രിയായാൽ അവരുടെ സ്വഭാവം മാറുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കള് പാതിരാത്രിയിലാണ് പിതാക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയായാൽ മനുഷ്യന്റെ സ്വഭാവം മാറുകയാ. അതുകൊണ്ട് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. പ്രത്യേക പരിഗണന ഒരാൾക്ക് മാത്രം കൊടുക്കരുത്. അത് കൊലപാതകങ്ങളിൽ വരെ വരുമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹുവേ, യൂസുഫ് എന്ന് പറയുന്ന മകന്റെ ചിന്തയിലാണ് യാക്കൂബ് നബി. തന്റെ പൊന്നാര മകനും മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ല. പടച്ചവനെ, കാലഘട്ടങ്ങൾക്ക് വല്ലാത്ത ദാരിദ്ര്യം വന്നു, വല്ലാത്ത പ്രയാസമായി, പട്ടിണിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈജിപ്തിലെ ഭരണാധികാരിയെ കുറിച്ച് പറയുന്നത്, എല്ലാവരെയും സഹായിക്കുന്നതിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ ഈജിപ്തിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുകയാ. തന്റെ പൊന്നാര മക്കള് യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുകയാ. തന്റെ മക്കളെ പറഞ്ഞു വിട്ടപ്പോ യാക്കൂബ് നബി കൊടുത്ത ഉപദേശ, തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരികാ. യാക്കൂബ് നബി തന്റെ മക്കൾ ഈജിപ്തിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ വാപ്പ പറഞ്ഞു കൊടുത്തു, മക്കളെ, നിങ്ങളെല്ലാവരും കൂടെ ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങളെല്ലാവരും കൂടെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരു വാതിലിലൂടെ നിങ്ങൾ കടന്നു പോകരുത്. നിങ്ങൾ വ്യത്യസ്തമായ വാതിലിലൂടെ വേണം കടന്നു പോകാൻ, വേറെ വേറെ വാദത്തിലേക്ക് പ്രവേശിക്കാൻ. യാക്കൂബ് നബി എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ കാരണം നിങ്ങൾ പഠിച്ചു നോക്കടോ. എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞതെന്ന് ചരിത്രമെടുത്ത് വായിച്ചു നോക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പടച്ചവനെ യാക്കൂബ് നബി അവിടുന്ന് ഭയപ്പെടുകയാണ്. തന്റെ മക്കൾക്ക് കണ്ണു തട്ടുന്നതിന് യാക്കൂബ് നബി അവിടുന്ന് ഭയക്കുകയാണ്. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗകര്യമല്ലോ. അല്ലാഹുവേ, ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ നടന്നു പോയപ്പോ സുലൈഖയുടെ കൊട്ടാരത്തിലൂടെ നടന്നു പോകുന്ന യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ കയ്യിലിരുന്ന കത്തി കൊണ്ട് അറിയാതെ കൈവിരൽ പോലും മുറിച്ചു എന്ന് ചരിത്രം പറയുകയാ. ആ യൂസുഫിന്റെ ഗ്ലാമർ നമുക്കറിയുമല്ലോ. ആ യൂസുഫ് നബിയുടെ ഗ്ലാമറാണ് പടച്ചവനെ സ്വർഗത്തിലെ അവകാശികൾക്ക്, സ്വർഗവാസികൾ അല്ലാഹു കൊടുക്കുന്നത് യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. ആ യൂസുഫ് നബിയുടെ സൗന്ദര്യം കൂടപ്പറപ്പിനുമുണ്ടല്ലോ. എല്ലാവരും ഒരുപോലെ ഇരിക്കുകയാണ്. കാണാൻ എല്ലാവർക്കും വല്ലാത്ത സൗന്ദര്യമാണ്. അങ്ങനെ ഒന്നിനു
പുറകെ ഒന്നൊന്നായി എല്ലാവരും ഇങ്ങനെ നടന്നു പോകുമ്പോ ഏതു മനുഷ്യനും നോക്കുമല്ലോ, ഏതു മനുഷ്യനും ഒന്ന് നോക്കി പോകുമല്ലോ. അതുകൊണ്ടാണ് മക്കളോട് പറഞ്ഞത് ഒരുമിച്ച് പോകണ്ട, വേറെ വേറെ വാതിലിലൂടെ കടന്നു പോകാറ്. അതാ യാക്കൂബ് നബി അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട് സഹോദര. കണ്ണേറെന്ന് പറയുന്നത് സത്യമാണോ? അല്ലൈനു ഹഖുന്, കണ്ണേറെന്ന് പറയുന്നത് സത്യമാണ്. അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അത് സിഹറിനെക്കാളും വലുതാണോ? അത് സിഹറിനെക്കാളും വലുതാണോ? നബിതങ്ങള് പറഞ്ഞല്ലോ, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കണ്ണീരെന്ന് പറയുന്നത് നിസാരമായി കാണേണ്ട ഒരു കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഐനു സലാസ്, കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാ. കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാ. അല്ലാഹുവേ, ആ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. യൂസുഫ് നബിയുടെ കൂടപ്പുറപ്പുകൾക്ക് മുഴുവനും കാണാൻ നല്ല സൗന്ദര്യമാണ്. ഈ മക്കളെല്ലാരും കൂടെ ഒരു വാതിലിലൂടെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരു 10 എണ്ണം അല്ലെങ്കിൽ 11 എണ്ണം ഒരുമിച്ച് പോകുന്നത് കണ്ട ആരായാലും ഒന്ന് നോക്കിപ്പോകും. എടോ, ഈ കണ്ണെന്ന് പറയുന്നത് സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. ബോറടിക്കണുണ്ടോ? പിന്നെ എല്ലാത്തിരുമത്തിരിക്കുന്നു സിറാജ് നിർത്തണില്ലേ? അമിതമായ അമൃതവും വിഷമെന്ന നിർത്താറായോ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ പണ്ടുള്ളവര് ചില ആൾക്കാർ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുഞ്ഞിനകത്ത് കയറ്റിക്കൊള്ളാൻ പറയും, കുഞ്ഞിനെ എടുത്ത് മാറ്റിക്കൊള്ളാൻ പറയും. ചിലര് വരുന്നത് കാണുമ്പോ ചില ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ചുമ്മാതെ പറഞ്ഞതല്ല. ഈ കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാണ്. ഒന്ന് ഐനുൻ ഹാസിദ്, അസൂയയുടെ കണ്ണ്. അസൂയയുടെ കണ്ണ്. ഈ കണ്ണന്റെ പ്രത്യേകത എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു അനുഗ്രഹം കൊടുത്തു. ഇപ്പൊ ഇവിടെ മുത്തല്ലിങ്ങൾ പഠിക്കുന്നു, ഇവിടെ മുത്തല്ലിങ്ങൾ ഉസ്താദന്മാരെ ആദരിച്ചു. അല്ലാഹു പണ്ഡിതന്മാരിൽ പെടുത്തുമാറാകട്ടെ. ഒരു മുത്തല്ലിമായ ഒരു കുഞ്ഞിനെ കാണുമ്പോ, ഒരു ഹാഫിളായ ഒരു കുഞ്ഞിനെ കാണുമ്പോ, അല്ലാ എന്റെ മോനെ അങ്ങനെ ആക്കി തരണേ അല്ലാ. അത് വേറെ. പടച്ചവനെ, അവനെ ആ മോനെ പോലെ എന്റെ മോനെ നീ ആക്കിയിരുന്നെങ്കിൽ, അവന് ഹാഫിളും ആലിമൊക്കെ ആയിരുന്നെങ്കിൽ, ഇത് വേറെ. ഇതങ്ങനല്ല. ഈ ഐനുൻ ഹാസിദ് എന്ന് പറയുന്ന കണ്ണെന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരാൾക്ക് നൽകിയ നിഅമത്ത് മാറിപ്പോണം. അങ്ങനെ ചിന്തിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവനൊന്ന് എത്തീങ്കാനയിലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പടച്ചവൻ ആഗ്രഹിക്കുക, ഓനൊന്ന് എത്തീങ്കാനയിലായിരുന്നെങ്കിൽ. എനിക്ക് കിട്ടണമെന്നല്ല, അത് നശിക്കാൻ ആഗ്രഹിക്കുക. ഒരാൾക്ക് നല്ലൊരു വീടുണ്ടായി, ഒരു കാറുണ്ടായി, നല്ല ജോലി ഉണ്ടായി, അത് നഷ്ടപ്പെട്ടു പോകണമെന്ന്. അല്ലാ പടച്ചോനെ, നമ്മള് ആരൊരാളുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു, ഒരാളുടെ ചരിത്രം പറയുന്നു. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ഓനെ പോലെ എന്നെ ആക്കണേ അല്ല, ഓനെ പോലെ, ഓൻ വലിയ കോടീശ്വരനാണ്. ഞാൻ ഇപ്പൊ ആഗ്രഹിക്കാം, പടച്ചോനെ യൂസുഫ് അലിയെ പോലെ എന്നെ ആക്കണേ അല്ല, യൂസുഫ് അലിയെ പോലെ ആക്കണമല്ല. ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ യൂസുഫ് അലിയെ പോലെ ആകുന്നില്ല, ഏറ്റവും വലിയ കോടീശ്വരനെ പോലെ ആകുന്നില്ല. അപ്പൊ പറയാ, പടച്ചോനെ യൂസുഫ് അലി എന്നെ പോലെ ആക്കിയേക്കാൻ, നേരെ എത്തിങ്ങാനിലാക്കിയേക്കാൻ. മനുഷ്യന്റെ ആഗ്രഹമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ളത് കൈസ് കൊടുക്കുമാറാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. ഒരുപാട് പള്ളികൾക്കും. ഞങ്ങളുടെ നാട്ടില് ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമുണ്ട് പത്തനാപുരത്ത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ സ്വത്തിൽ നിന്ന് അല്പം അതിനുവേണ്ടി മാറ്റിവെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഒരാൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്ത് നീങ്ങിപ്പോണം. അതാ ചില കണ്ണുകൾ. ആ കണ്ണിനെ നാം സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കണ്ണുകളെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാനുള്ള വഴി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഈ ആയത്ത് ഓതിയാ മതി. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യണം. അതാ അസൂയയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. രണ്ടാമത്തെ കണ്ണ് ഏതെന്നറിയുമോ? ഐനുൻ മുഅ്ജിബ, അത്ഭുതത്തിന്റെ കണ്ണ്, അത്ഭുതപ്പെടുത്തുന്ന കണ്ണ്. എന്തൊരു വീടാണ് പടച്ചവനെ, എന്തൊരു വീടാണ് തമ്പുരാനെ. ചിലര് പറഞ്ഞാ മതിയടോ, എന്തൊരു ഗ്ലാമറാണ്, എന്തൊരാ ഒരു വാഴക്കൊല അതാ നല്ലതുപോലെ കുലച്ചു നിൽക്കുകയാണ്. എന്തൊരു കൊലയാ അല്ലാഹ്, പറഞ്ഞാ മതി.
മതിയടോ. വെറുതെ പറഞ്ഞതല്ല, ഇതൊന്നും കെട്ടുകഥയല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. നബി തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അതാ ജുഹുഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. നബി തങ്ങളും സ്വഹാബത്തും അവിടെ താമസിക്കുമ്പോ അല്ലാഹുവേ, മഹാനായ സഹൽ റളിയല്ലാഹു തആല സുന്ദരനായ നല്ല ബോഡിയുള്ള അതാ സിക്സ് പാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ആരോഗ്യവാനായ വെളുത്ത സുന്ദരനായ സഹാബിയാണ് സഹൽ റളിയല്ലാഹു തആല. ജുഹുഫ് എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും ശ്രമിക്കുമ്പോ സഹൽ റളിയല്ലാഹു തആല തന്റെ കമീസ് അവിടെ നിന്ന് ഊരുകയാണ്. താൻ ധരിച്ചിരുന്ന വസ്ത്രം അവിടെ നിന്ന് ഊരുകയാണ്. പടച്ചവനെ, ആ വസ്ത്രം അങ്ങ് ഊരിയപ്പോ, ആ ഗ്ലാമർ കണ്ടപ്പോ, ആ ബോഡി കണ്ടപ്പോ, ആ മസില് കണ്ടപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു, ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി സഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ ഗ്ലാമർ കണ്ടപ്പോ അവിടെ നിന്ന് പറയുകയാണ്, വല്ലാഹി മാ റഅയ്തുകൽ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇങ്ങനെ ഒരു ശരീരം ഇന്ന് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്ന് വരെ ഇതുപോലെയുള്ള ഒരു ശരീരം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ആമിർ റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുകയാ, പടച്ചവരെ, ആമിർ തങ്ങൾ പറഞ്ഞു തീരേണ്ട താമസം മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് താഴെ വീഴുകയാ. പടച്ചവനെ, ആമിർ തങ്ങൾ വല്ലാത്ത ഒരു ഗ്ലാമറാണല്ലോ, വല്ലാത്ത ഒരു ശരീരമാണല്ലോ. പറഞ്ഞു തീരേണ്ട താമസം പടച്ചവനെ അവിടെ നിന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. സ്വഹാബത്ത് ഓടിച്ചെന്നു. ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു. സ്വഹാബത്ത് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പെട്ടെന്ന് നിന്ന നിപ്പിന് വീണപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സ്വഹാബാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആമിർ തങ്ങൾ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു നബിയേ, ആമിർ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു നബിയേ.